മുൻ ആരോഗ്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ ശൈലജയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ സീറ്റ് നിഷേധിച്ചു. ഇതോടെ പേരാവൂരിൽ മത്സരിക്കാൻ ശൈലജ നിർബന്ധിതയായി. പയ്യന്നൂരിൽ വിഭാഗീയത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് CPM. മധുസൂദനൻ വീണ്ടും മത്സരിക്കുന്നതിനാൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിക്കും. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, കണ്ണൂർ ജില്ലയിൽ CPMന്റെ നേതൃനിര എക്കാലത്തും മേധാവിത്വം പുലർത്തിയിരുന്ന കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയന്റെ പിണറായിസം ഒരിക്കൽ കൂടി ആധിപത്യമുറപ്പിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കെ ശൈലജ മട്ടന്നൂരിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു, റെക്കോർഡ് ഭൂരിപക്ഷം. പക്ഷേ അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയായിരുന്നു എന്ന് നമുക്ക് അറിയാം. എല്ലാം രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലാണ് ശൈലജയ്ക്ക് പേരാവൂരിലേക്ക് ടിക്കറ്റ് നൽകാൻ കാരണമെന്നുള്ള വിമർശനം തന്നെയാണോ അണികൾക്കിടയിൽ ഉയരുന്നത്. ഒപ്പം പയ്യന്നൂരിൽ മധുസൂദനൻ ഒപ്പം MV ഗോവിന്ദന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിക്കുന്നതിൽ നേതൃത്വം ഒരു ധാരണയിലെത്തുമ്പോഴും അണികൾക്കിടയിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉടലെടുക്കുകയാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ സീറ്റ് നിഷേധിക്കുകയാണ് കെ ശൈലജയ്ക്ക് ചെയ്തിരിക്കുന്നത്. പണ്ട് മത്സരിച്ച പേരാവൂർ സീറ്റിലേക്ക് വീണ്ടും കെ ശൈലജ പോകുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ 60,000-ലേറെ വോട്ട് നേടിക്കൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് കെ ശൈലജ മട്ടന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തത്. അത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വലിയ വെല്ലുവിളിയാകുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയേക്കാൾ പേര് കെ ശൈലജ എടുക്കുന്നു എന്നൊരു ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ 2 തവണ മത്സരിച്ചാൽ അടുത്ത ടൈമിലേക്ക് 3 ടേം എന്നൊരു വ്യവസ്ഥ CPM കൊടുക്കാറില്ലാത്തതാണ്. പക്ഷെ ഇത്തവണ 3 ടേം മത്സരിക്കാം. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന പേരാവൂർ സീറ്റിലേക്കാണ് ഇത്തവണ കെ ശൈലജയെ പരിഗണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, തളിപ്പറമ്പ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ MV ഗോവിന്ദൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെയാണ് CPM പരിഗണിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൂടാതെ മട്ടന്നൂർ സീറ്റിൽ കെ ശൈലജ മാറുന്ന മട്ടന്നൂർ സീറ്റിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് മത്സരിക്കുക. തലശ്ശേരി സീറ്റിലേക്ക് AN ശംസീറിന് ഇത്തവണ സീറ്റ് ഉണ്ടാവില്ല. പകരം കാരായി രാജൻ തലശ്ശേരി സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന വിവരം പുറത്തുവരുന്നു. നമുക്കറിയാം, കാരായി രാജൻ വളരെ പ്രമാദമായ ഫസൽ വധക്കേസിലെ പ്രതി കൂടിയാണ് കാരായി രാജൻ. കാരായി രാജനെയാണ് തലശ്ശേരി സീറ്റിലേക്ക് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, കല്യാശ്ശേരി വിജിൻ വീണ്ടും ഒരു അവസരം കൂടി വിജിന് ലഭിക്കുന്നു. പയ്യന്നൂരിലും സമാനമായ സാഹചര്യം. പയ്യന്നൂരിൽ മധുസൂദന് ഒരു അവസരം കൂടി പാർട്ടി നൽകുകയാണ്. എന്നാൽ പയ്യന്നൂരിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മധുസൂദനൻ വീണ്ടും മത്സരിക്കുന്നതിനാൽ വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആകാൻ സാധ്യതയുണ്ടെന്നും ഒരു വിലയിരുത്തൽ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല, ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഈ കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങളും മറ്റും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ ശ്രദ്ധ പയ്യന്നൂരിൽ വേണമെന്നൊരു ആവശ്യം ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന് CPM കരുതുന്നു. പക്ഷേ എന്നാൽ പോലും ഈ PK ശ്യാമളയെ പോലുള്ള ആളുകൾ അതൊരു നല്ല തെരഞ്ഞെടുപ്പാണോ എന്നൊരു സംശയം കൂടി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് കണ്ണൂർ മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.